الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى سوء القبول كأنه നമ്മുടെ വിഭാഗത്തോടും നമസ്കാരങ്ങൾ മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹുത്തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെ വീഴ്ചകളും അല്ലാഹുത്തആല പരിപൂർണ്ണമായി പുറത്തു മാപ്പാക്കി നമ്മെല്ലാവരെയും അല്ലാഹു മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും പ്രകൃതി ക്ഷോഭങ്ങളെ തൊട്ടും അല്ലാഹുത്തആല നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ലോകമോഹിനികളെയും എല്ലാവരെയും അല്ലാഹുത്തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളും നിയമാവലികളും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. കൃത്യമായ ഇബാദത്തുകളും അല്ലാഹു കൽപ്പിച്ച ഫർദായ കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറേ ബാധ്യതകൾ അല്ലാഹുവിന്റെ ഹബീബായ നബിയുടെ വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അയൽവാസികളുമായുള്ള ബന്ധം. കൃത്യമായ ഇബാദത്തുള്ള നാം ഓരോരുത്തരും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാനുള്ള ഒരു വീഴ്ചയാണ് അയൽവാസികളെ പരിഗണിക്കാറില്ല എന്നുള്ളത്. ചെറിയൊരു പ്ലാവിൻ്റെ ഇല നമ്മുടെ മുറ്റത്തേക്ക് വീഴുന്നതിൻ്റെ പേരിൽ നമ്മുടെ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന അല്ലെങ്കിൽ അയൽവാസ ബന്ധം തകർന്നു പോകുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. കൃത്യമായി പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ പറഞ്ഞൊരു വിശ്വാസിയായി മനുഷ്യന് നാളെ സ്വർഗത്തിലേക്ക് എത്താൻ തൻ്റെ അയൽവാസിയുടെ കൃത്യമായ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. തൻ്റെ അയൽവാസി തന്നെക്കുറിച്ച് നല്ലത് പറയുമ്പോഴും നീ നല്ലവനാണെന്ന് പറയുമ്പോഴും നാം നല്ലവനാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അകാരണമായിട്ട് ഇദാ അൻത റമൈത കൽബ ജാരിക ഫഖദ് ആദൈതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയൽവാസിയോടുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രത്തോളം അവരെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ എൻ്റെ നോട്ടം കൊണ്ടോ പോലും അവരെ വേദനിപ്പിക്കാതിരിക്കുക. ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, എൻ്റെ ചുറ്റുഭാഗത്ത് വിശ്വാസിയെന്ന് മാത്രമല്ല, വിശ്വാസിയോടുള്ള ബാധ്യത, അവിശ്വാസിയോടുള്ള ബാധ്യത, ഇങ്ങനെ അയൽവാസ ബന്ധത്തിന് പല കടമ്പകളും തട്ടുകളുമുണ്ട്. അതുകൊണ്ട് മനുഷ്യനെന്ന നിലയ്ക്കുള്ള അയൽവാസ ബന്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അവരോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കാതെ വിശ്വാസിയെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇദാ റമൈത കൽബ ജാരിക ഫഖദ് ആദൈതഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അകാരണമായിട്ട് അയൽവാസിയായ മനുഷ്യന്റെ പട്ടിയെ നീ എറിഞ്ഞാൽ നീ നിന്റെ അയൽവാസിയെ ഉപദ്രവിച്ചവനാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ സംസ്കാരമാണ് അല്ലാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. അയൽവാസിയുടെ കോഴി നമ്മുടെ പറമ്പിലേക്ക് കയറിയതിൻ്റെ പേരിലും അയൽവാസിയുടെ പൂച്ച നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വന്നതിൻ്റെ പേരിലും എത്രയോ കലാപങ്ങളും വിദ്വേഷങ്ങളും, എത്രത്തോളം ഇണ്ടാപ്രാണികളായ കോഴിയെയും പൂച്ചയെയും ഒക്കെ എറിഞ്ഞ് കാലൊടിച്ച് അല്ലെങ്കിൽ അതിനെ ക്രൂരമായി വർദ്ധിച്ച് നിർവൃതി കൊള്ളുന്നവരാണ് നാം ഓരോരുത്തരും. അതൊക്കെ വലിയ കടുത്ത പാതകവും പാപവുമാണ്. എന്ന് മാത്രമല്ല, ഒരു പട്ടിയെപ്പോലും, അയൽവാസിയായ മനുഷ്യന്റെ പട്ടിയെപ്പോലും അകാരണമായി ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെ ഉപദ്രവിക്കുന്നവർ അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ അവരെ വിശേഷിപ്പിച്ചത് തന്റെ അയൽവാസിയെ ഉപദ്രവിക്കുന്നവരെന്നാണ്. അപ്പം അത്തരത്തിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് അയൽവാസികളുമായുള്ള ബന്ധം. അല്ലാഹു തആല നമ്മുടെ അയൽവാസ ബന്ധങ്ങളെ പരിപൂർണമായി ഊട്ടിയുറപ്പിച്ച് വളരെ സന്തോഷത്തോടുകൂടി നന്മകൾ ചെയ്ത് സ്വർഗത്തിലേക്ക്